സോളാർ വെക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ? സോളാർ വെക്കുന്നത് ലാഭമാണ്. വെറും 1 രൂപയ്ക്ക് സോളാർ വെക്കാൻ പറ്റും. അതൊരു പലിശ ഇല്ലാതെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കറണ്ട് ബില്ല് വളരെ ചെറിയൊരു എമൗണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ചെയ്തൊരു കസ്റ്റമറാണ് സാർ. നമസ്കാരം. സാറ് മോസ്റ്റുഷൻ ടെക്കിൽ നിന്ന് സോളാർ എടുത്ത കസ്റ്റമറാണ് സാർ. എങ്ങനെയുണ്ട്? അധ്യാപകനാണ്. എങ്ങനെയുണ്ട് സോളാർ വെച്ചതിന് ശേഷം ഇപ്പോൾ ഒരു മാറ്റം? ഇപ്പം നമുക്ക് വന്നുകൊണ്ടിരുന്നത് 2 മാസം കൂടുമ്പോഴത്തേക്ക് ഏകദേശം 3500 രൂപ 4000 രൂപ ബില്ലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ആദ്യം നമ്മൾ സമയങ്ങളിൽ നമുക്ക് ബില്ല് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം 200 രൂപയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, മന്ത്ലി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ചൂടുള്ള സമയമാണല്ലോ. അപ്പോൾ നമ്മുടെ ഫിക്സഡ് ചാർജ് കൂടുതലായതുകൊണ്ടാണ് 200 രൂപ വരുന്നത്. അതിന് മുമ്പിട്ട് നമുക്ക് വരുന്നത് 100 രൂപ 130 രൂപയാണ് ബില്ല് വന്നുകൊണ്ടിരുന്നത്. ഇതിൽ എന്തൊക്കെ ഉപകരണമുണ്ട്? എ സി ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. ഇപ്പം നമുക്ക് ഒരു എക്സ്റ്റേണലായിട്ട് നമുക്കൊരു യൂസും വരുന്നില്ല. ഈ സോളാറിൽ നിന്ന് കിട്ടുന്ന പവർ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മോസ്റ്റുഷൻ ടെക്കിനെ കുറിച്ച് എന്താ അഭിപ്രായം? സർവീസൊക്കെ എങ്ങനെയുണ്ട്? എന്ത് കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാലും അന്ന് തന്നെ വന്ന് അത് സോൾവ് ചെയ്ത് തരും. കാരണം നമുക്കറിയാൻ പറ്റും, നമുക്ക് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതുകൊണ്ട് എവിടെ പ്രൊഡക്ഷൻ ഇല്ല എങ്കിൽ അത് ഉടനെ വിളിച്ചു കഴിഞ്ഞാൽ, അനുവിനെ വിളിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇവിടെ വന്ന് അത് സോൾവ് ചെയ്ത് തരും. സോളാർ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ പല ആൾക്കാർക്കും ഈ സോളാറിനെ പറ്റി അറിയത്തില്ലായിരിക്കും. അപ്പോൾ അവർക്കോട് സാറിന് എന്താ പറയാനുള്ളത്? ഉറപ്പായിട്ടും ഈ വന്ന കാലഘട്ടത്തിൽ അനിവാര്യമാണ്. നമുക്ക് ഏത് കാരണവശാലും നമുക്ക് ഇപ്പം കറണ്ട് ചാർജുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇലക്ട്രിസിറ്റി ബില്ലുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ഇപ്പം എല്ലാ വീടുകളിലും സോളാർ അനിവാര്യമാണെന്ന് എൻ്റെ അഭിപ്രായം. സോളാർ വെക്കുന്നതിന് മുമ്പ് സാറിന് ഈ പറയുമ്പോൾ ഇത്രയും കറണ്ട് ബില്ല് കുറയുന്ന വിശ്വാസം ഉണ്ടായിരുന്നോ? ഇല്ല, ഇത് നമ്മുടെ അനുഭവത്തിൽ കൂടാണ് നമ്മൾ മനസ്സിലാവുന്നത്. നമുക്ക് ഈ ചൂടുള്ള സമയങ്ങളിൽ 5000-6000 രൂപ ബില്ല് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ബില്ലേ ഇല്ല, ഫിക്സഡ് ചാർജ് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.